എൻ്റെ മോനെ എന്താ ട്രാഫിക്. ഞങ്ങളുണ്ടല്ലോ ഇന്ന് പാമിൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ പോവാ. അവരിപ്പോൾ മണിപ്പൂർ ഉപ്പുറിൽ നാഗാലാൻഡ് അവിടുന്ന് വെക്കേഷൻ കഴിഞ്ഞ് ക്രിസ്മസ് ഹോളിഡേസ് കഴിഞ്ഞ് തിരിച്ചു വന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിന്നറിന് വിളിച്ചിരിക്കുക. ഇപ്പോൾ ഈ ഓഫീസ് ടൈം ആയതുകൊണ്ട് ഇപ്പോൾ 6-6:30 ഓഫീസ് ടൈം ആയതുകൊണ്ട് ഭയങ്കര ട്രാഫിക്. ഞാൻ 2 സ്വെറ്ററും പിന്നെ കേട്ടോ തലയിലൊക്കെ ഷോള് മൂടിയിരിക്കുകയായിരുന്നു. അത്രയും തണുപ്പ്, എന്ത് തണുപ്പാന്നറിയാൻ. എൻ്റെ മോനെ തണുപ്പിൻ്റെ യാതൊരു രക്ഷയില്ല. ഇറ്റ്സ് ടു കോൾഡ്. യാ ബട്ട് യാവിൻ ഈസ് നോട്ട് ഫീലിംഗ് കോൾഡ്. ഹി ഈസ് എ സൂപ്പർ മാൻ, സൂപ്പർ ബോയ്, സോറി. ഇല്ലേ, ഹി ഈസ് നോട്ട് ഫീലിംഗ് കോൾഡ്. ഓട്ടോയിൽ ഇരുന്ന് പറയാന്ന് പറഞ്ഞാൽ നല്ലൊരു രസം തന്നെ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഓട്ടോൻ്റെ റൈഡ്. ഇതായിരുന്നു നമ്മുടെ പഴയ പാർക്കിൻ്റെ ഏരിയ, ഞാൻ നടക്കാൻ വരുന്നിരുന്നത്. പിന്നെ ഇതാണ് നമ്മളുടെ ഗലി. ഇവിടെ ഇത് മാൾവി നഗർ എന്ന് പറഞ്ഞാൽ റെന്റ് കുറച്ച് കുറവാട്ടോ കമ്പാരിറ്റീവ്ലി. ഇത് യാവിൻ്റെ ഫ്രണ്ട്. ഇത് ഈ സ്റ്റിൽ ഇയർ ഫീലിംഗ് കോൾഡ് പോർ ഗൈ. മാൾവി നഗറിൽ എന്ന് പറഞ്ഞാൽ ഇത് മാൾവി നഗർ പൻഷിൽ വിഹാർ. പൻഷിൽ പാർക്കല്ല കേട്ടോ, പൻഷിൽ പാർക്ക് കുറച്ച് എക്സ്പെൻസീവാണ്. ഈ ഏരിയയിൽ എന്നൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ചീപ്പാണ് റെൻറ്റ്. ഇവിടെ 20,000 വരെ 2 ബെഡ്റൂം നിങ്ങൾക്ക് കിട്ടും ഈസിലി. സഫ്ദർജംഗും കൃഷ്ണനഗറൊക്കെ എന്ന് പറഞ്ഞാൽ 25, 28, 30 അങ്ങനെയൊക്കെ വരാം. ഇവിടെയും റൂം ഹീറ്റർ, എവ്രിബഡി ഈസ് പുട്ടിങ് റൂം ഹീറ്റർ. ഇല്ലാണ്ട് പറ്റില്ല. ഇതൊന്നും ഇത് ഈ ഹീറ്റർ ഓയിൽ വെച്ചിട്ടുള്ള ഹീറ്റർ. ഇത് പക്ഷെ അത് ഭയങ്കരമായിട്ട് ഇലക്ട്രിസിറ്റി എടുക്കുന്നു. വീടിൻ്റെ ഉള്ളിലും കേജ്രിവാളിൻ്റെ മാതിരി ഇരിക്കേണ്ടി വരുന്നു ഇല്ലേ? കേജ്രിവാളിൻ്റെ മാതിരി ഇല്ല ഇപ്പം. ഇത് അത്രയും തണുപ്പാ. ഒന്നും പറയണ്ട. യാവിൻ നാട്ടിൽ നിന്ന് അവൻ്റെ മണിപ്പൂരിൽ നിന്ന് ഫുഡ് കണ്ട, എല്ലാം ഫുഡാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ സംഭവം എന്താണെന്നറിയോ? ഈ സംഭവം ഇതാണ് ഉംറോക്ക് എന്ന് വെച്ചാൽ രാജ മിർച്ച. എന്നുവെച്ചാൽ വേൾഡിലെ ഓൾമോസ്റ്റ് തേർഡ് സ്പൈസിയസ്റ്റ് ചില്ലി. ഇതിപ്പോൾ ഡ്രൈഡ് വെർഷനാണ്. ഭയങ്കര സംഭവമായി ഇത്. Alright, sister-in-law, what's cooking? അടിപൊളി ഫുഡ് പോലെ. This is Sam's preparation full today. Wow. അങ്ങനെ മോനെ നമ്മൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു പോണ വഴിയാ. ഇതുണ്ടാ, രാത്രി ആകുമ്പോഴത്തേന് മഞ്ഞ് കൂടും. ഇപ്പോൾ 10 ഡിഗ്രി ആയി. ഇനി കുറച്ചും കൂടിയും കഴിഞ്ഞാൽ അത് 8 ഡിഗ്രി ആവും, 7 ഡിഗ്രി ആവും. ഓഹ്, സഹിക്കാൻ പറ്റില്ല മോനെ. ഗുഡ് മോർണിംഗ് ഗൈസ്. നല്ല മഞ്ഞുണ്ട്. വായന്നൊക്കെ പുക വരുന്നുണ്ട് ഭയങ്കരമായിട്ട്. ഇന്നൊരു ഹാപ്പി ന്യൂസ് ഉണ്ട് ഗൈസ്. ഹാപ്പി ന്യൂസ് എന്ന് പറഞ്ഞാൽ 2 ഹാപ്പി ന്യൂസ് ഉണ്ട്. ആദ്യത്തെ ഹാപ്പി ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2000 സബ്സ്ക്രൈബേഴ്സ് ഇത് ക്രോസ് ചെയ്തു. 1000 സബ്സ്ക്രൈബേഴ്സ് വളരെ ഈസി ആയിരുന്നു എൻ്റെ ക്രോസ് ചെയ്യാൻ. കാരണം ദുബായ് വിടുന്ന സമയത്ത് എല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. പിന്നെ ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ ആൾക്കാർക്ക്, ഇവനെന്താ ദുബായ് വിടുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അവിടുന്ന് ഈ 1000 സബ്സ്ക്രൈബർ ഉണ്ടാക്കാൻ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഫൈനലി വി മെയ്ഡ് ഇറ്റ് ഇൻ ഐ തിങ്ക് in almost 3 to 4 months time we have crossed 2000 subscribers, which is really good to know. And I would like to thank all my subscribers who have subscribed. Personally, I would like to thank them. Thank you so much. And ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ആരൊക്കെ കമൻറ്റ് ചെയ്യണം അവർക്ക് റിപ്ലൈ ചെയ്യാനും റെസ്പോൺസ് ചെയ്യാനും ഞാൻ നോക്കിയിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് മൂമെൻ്റ് ഇത് രാവിലെ എനിക്ക് വേണ്ടി പല്ല് കഴിച്ചേണ്ട ഒരു ചായ. രാവിലത്തെ ഒരു ചായ, ദാറ്റ്സ് മോർ ദാൻ ഇനഫ് ഫോർ മീ. ദിസ് ഗീവ്സ് മീ ദ എനർജി ടു ഗോ ഓൺ ഫോർ മൈ എൻറ്റയർ ഡേ. ഇനി സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇത് താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതൊരു സെലിബ്രേഷൻ ടൈമാണെന്ന്. ആ സെയിം സമയത്ത് തന്നെ സെക്കൻഡ് ഹാപ്പി ന്യൂസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ ഡൽഹിയിലെ ഒരു മ്യൂസിക് സ്കൂളിൽ നിന്ന് കോൾ വന്നു. ഓക്കെ, നല്ലൊരു വലിയ സ്കൂളാണ്. അപ്പോൾ നമ്മൾക്കിന്ന് അത് കവർ ചെയ്യാം. മ്യൂസിക് സ്കൂളിലെ കോൾ വന്നു. ആൻഡ് ദേ ഹാവ് ഓഫേർഡ് മീ the space to run my
show my business on 50% partnership, whatever it is. I'm not going to work under them. It's only 50% partnership. So whatever students they are getting, whatever students I am getting, or whatever recording I am doing, or whatever shows I am doing, audio engineering, sound engineering, നമ്മൾ എന്തെങ്കിലും ചെയ്യണോ 50% ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പിൽ നിന്നാണ് ഡീല്. അപ്പോൾ എൻ്റെ എക്സ്പെർട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ സ്ഥലം തരും. whatever we make 50-50 partnership, which is നല്ലതല്ലേ. എൻ്റെ ഇപ്പോൾ ഓൾറെഡി പൈസയിൽ ഒന്നുമില്ല ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ദിസ് ഈസ് എ വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി വിച്ച് ഐ തിങ്ക് ഐ ഗോട്ട്. സോ ഇന്ന് ആ സ്ഥലം നമ്മൾക്ക് 1 മണിക്കല്ല 2 മണിയായിട്ട് വിളിച്ചത്. 1 മണിക്ക് എനിക്കൊരു സ്റ്റുഡൻ്റ് ഉണ്ടെന്ന് ഓൺലൈൻ പഠിപ്പിക്കണം. അപ്പോൾ ആഫ്റ്റർ 2 o'clock ആയിരിക്കും പോവുക. അത് നാളത്തെ വ്ളോഗിൽ ഞാനത് ഇടാം. ആൻഡ് ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഷെയർ യു മൈ ഇന്ന് രാവിലെ എൻ്റെ പ്ലാൻ ഞാൻ 2000 സബ്സ്ക്രൈബർ കണ്ടപ്പോൾ ഐ വാസ് റിയലി ഹാപ്പി that we crossed 2000 subscribers. And plus this also രാവിലെ ഈ ന്യൂസും കൂടിയും കിട്ടിയപ്പോൾ ഇന്നത്തെ ദിവസം ബെസ്റ്റ്. സമയം 10 മണിയായി. സൂര്യൻ ഇതുവരെ കാണാൻ പറ്റണില്ല. ഇന്ന് മോനെ ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുക, സൂര്യനില്ലെന്ന്. ഇന്ന് നമ്മൾ പാർക്കിൽ പോയിട്ടും കാര്യമില്ല. ഇന്ന് 10-ാം തീയതി, എല്ലാ മാസം 10-ാം തീയതി നമ്മുടെ റെൻറ്റിൻ്റെ കോൺട്രാക്റ്റ് ബേസിക്കലി. ഇന്ന് റെൻ്റ് കൊടുക്കണം. അപ്പോൾ ATM പോയിട്ട് ക്യാഷ് എടുക്കണം. ഇവന്മാർ ഇത് പേടിഎം മറ്റോ മറന്നും ചെയ്യണില്ല. ഇതൊക്കെ പൈസയുടെ ടാക്സ് ലാഭിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഡൽഹിയിൽ ഈ ഒരു സംഭവം ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ റെൻ്റൽ എഗ്രിമെൻറ്റ് ചെയ്താലും എന്ത് ചെയ്താലും മോസ്റ്റ്ലി ഹൗസ് ഓണേഴ്സ് ഉണ്ടല്ലോ, അവർ ക്യാഷായിട്ടാണ് അവർ ഇത് ചോദിക്കുക. എന്ന് പറഞ്ഞാൽ റെൻറ്റ് അവർ ട്രാൻസ്ഫർ പറയില്ല. കാരണം അത്രയും പൈസയുടെ അവർക്ക് ടാക്സ് ലാഭിക്കാമല്ലോ. അല്ലെങ്കിൽ റെൻറ്റിൽ എഗ്രിമെൻറ്റ് ചെയ്തിട്ട് അതൊക്കെ ഉണ്ട്, എഗ്രിമെൻ്റൊക്കെ ഉണ്ട്. എനിക്കറിയില്ല എങ്ങനെയാണ് അവർ പൈസ ലാഭിക്കുന്നത് ടാക്സിൽ. പക്ഷേ ക്യാഷായിട്ടാണ് കൂടുതൽ അവർ ചോദിക്കണില്ല. അപ്പോൾ എല്ലാ മാസവും ക്യാഷ് കൊടുക്കണം. നമ്മൾ ATM ഒന്ന് അതെടുക്കുക, പിന്നെ കൊടുക്കുക അവർക്ക്. അതന്നെ ഇവിടെയാണ് ATM ഉള്ളത്. നമ്മുടെ ഇതൊരു ചെറിയൊരു മാർക്കറ്റ് ഇവിടെ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് 2 ATM ഉണ്ട് ഇവിടെ. ഒന്ന് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെയും പിന്നെ ഒരെണ്ണം HDFCയുടെ. ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന HDFCയാണ്. ഞാനിപ്പോൾ വീട്ടിൽ പോണ സമയത്ത് സായിനി ഫുഡ് കോർണർ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതാണ്. ഒരു ചോലെ ഭട്ടൂര കഴിക്കാൻ വിചാരിച്ചു. ഞാൻ യൂഷ്വലി മറ്റിടത്തു നിന്നാണ് കഴിക്കാറ്. നോക്കാം ഇവരുടെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ആൾക്കാർ പാർക്കിലൊക്കെ വന്നിരിക്കുന്നുണ്ട്. പക്ഷെ സൂര്യൻ അങ്ങനെ വന്നിട്ടില്ല. കാരണം ഫോഗ് കാരനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് സൂര്യന് വരാൻ. ചെറുതായിട്ടൊരു വാംത്ത് ഉണ്ട്, എന്നാലും ചൂട് വേറൊരു വഴിയില്ല. നല്ല തണുപ്പ്. ഡൽഹിയിലെ ഫേമസ് ഉണ്ടോ ഈ ആൾക്കാർ ചോലെ ഭട്ടൂര് ബ്രേക്ക്ഫാസ്റ്റിന് കൂടുതലും കഴിക്കുന്നത്. അതാണ് സംഭവം. ഭട്ടൂര് നമ്മുടെ പൂരിയില്ലേ, പൂരി മാതിരിയാണ്. പക്ഷെ വലിയ ഇതുണ്ടോ, സൈസ് കണ്ടോ അതിൻ്റെ? ഫോക്കസ് ആവണില്ല. കഴിഞ്ഞ 3 ആഴ്ച മുമ്പ് കണ്ട ഞാൻ രാവിൻ്റെ ഒപ്പം ചോലെ ഭട്ടൂര് കഴിച്ചത് അനുപം റെസ്റ്റോറൻറ്റിന്. ഇതിപ്പോൾ ഇവിടുന്ന് നമ്മുടെ സ്ട്രീറ്റ് ഫുഡ് മാതിരി തന്നെ ഇത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കുന്നത് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. ഇതാണ് മോനെ നമ്മുടെ ചോലെ ഭട്ടൂര്. കണ്ടിട്ട് നല്ല രസമുണ്ട് കേട്ടോ. കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പം ബോൺ അപ്പറ്റീറ്റ്. മോനെ അടിപൊളി ചോലെ ഭട്ടൂരായിരുന്നു. അത് കഴിച്ചത് ഇപ്പോൾ ഇവിടെ വന്നു. എനിക്കിനി ഒന്ന് തയ്യാറായിട്ട് പോകണം. ഞാൻ മുടിയും ഇതൊക്കെ ഒന്ന് വെട്ടാൻ പോയതാണ്. പക്ഷേ സമയമില്ല. 1 മണിക്ക് സ്റ്റുഡൻ്റ് ഉണ്ട്. പിന്നെ ആയിട്ട് 2 മണിക്ക് കഴിഞ്ഞാൽ നേരെ ഇന്ന് ഞാൻ പറഞ്ഞില്ല എൻ്റെ അവിടെ ഒരു ഇൻ്റർവ്യൂ അല്ല ആക്ച്വലി, അവിടെ മ്യൂസിക് സ്കൂളിൽ കാണാൻ പോണ്. അപ്പം അങ്ങനെ അതും കൂടി ചെയ്യണം. അപ്പം ഇന്നത്തേക്ക് ഇത്രയും മാത്രം. നാളെ ഞാൻ നിങ്ങൾക്ക് ആ മ്യൂസിക് സ്കൂൾ കാണിച്ചു തരാം, വേർ ഐ വിൽ ബി ഗോയിങ് ടു വർക്ക് ആസ് എ പാർട്ട്ണർ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മാത്രം ഫ്രണ്ട്സ്. കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.